എല്ലാവർക്കും നമസ്കാരം. നവരാത്രി കാലം ആണല്ലോ. അപ്പോൾ നമുക്ക് ദക്ഷിണ മൂകാംബിക എന്ന പ്രസിദ്ധമായ പനച്ചിക്കാട്ട് ദേവി ക്ഷേത്രത്തിനെ പറ്റിയും അവിടുത്തെ ഐതിഹ്യത്തിനെ പറ്റിയും ഒക്കെ ഒന്ന് കേൾക്കാം അല്ലേ. നവരാത്രി കാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. പനച്ചിക്കാട് ദേവീക്ഷേത്രം, സരസ്വതി ക്ഷേത്രം എന്നാണ് ഇപ്പോൾ അവിടെ പ്രസിദ്ധമായിട്ട് കേൾക്കുന്നത്. പക്ഷെ അവിടെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവിനാണ്. പക്ഷെ സരസ്വതിക്കാണ്, സരസ്വതി ക്ഷേത്രം എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ഇന്ന് ഞാൻ പണ്ട് വായിച്ചിരുന്ന കഥകളാണ് ഇതെല്ലാം. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വായിച്ചിരുന്നു. ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആ പണ്ട് വായിച്ച ബുക്കുകളൊക്കെ വെറുതെ എടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോഴാണ് പനച്ചിക്കാട്ട് ഭഗവതിയെ പറ്റിയുള്ള ഈ ഐതിഹ്യം വായിക്കാനിടയായത്. അപ്പോൾ ഞാൻ ഇപ്പം നവരാത്രി കാലമാണല്ലോ, അപ്പോൾ നിങ്ങളുമായിട്ട് അതൊന്ന് പങ്കുവയ്ക്കാം. പലർക്കും അറിയുന്നതൊക്കെ ആവും, പലരും വായിച്ചിട്ടുണ്ടാവും, പലരും വായിച്ച് മറന്നിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊന്നും ഇത് അറിഞ്ഞോളണമെന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും അവർക്ക് കേൾക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ ഇവിടെ ഇങ്ങനെ പറഞ്ഞിടുന്നത്. വായനശീലം ഉള്ളവർക്ക് ഇതൊക്കെ പരിചയം ഉണ്ടാവും, ഈ കഥകളൊക്കെ. ഇന്ന് രാവിലെ എനിക്ക് 4 മണിക്ക് വന്ന ഒരു മെസ്സേജാണ്, ഒരു ആചാര്യൻ എനിക്ക് അയച്ച ഒരു മെസ്സേജിലെ ഉള്ളടക്കം ഇതാണ്: മനുഷ്യവർഗം ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള വിനോദങ്ങളിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലമായ ഒരു വിനോദം പുസ്തക വായനയാണ് എന്നാണ്. പുസ്തക വായന അത്രയ്ക്കും പ്രാധാന്യമുള്ളതാണ് എന്ന് അറിയിക്കണ ഒരു മെസ്സേജാണ് എനിക്ക് രാവിലെ കാണാൻ കഴിഞ്ഞു. രാവിലെ ഫോൺ തുറന്നപ്പോൾ കാണാൻ പറ്റിയത്. അപ്പം നമ്മൾ ഒരു വിനോദം എന്നതിനും അപ്പുറം അത് നമ്മളെ വേറൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പണ്ടത്തെ, നമ്മളിപ്പം നൂറ്റാണ്ടുകൾ മുമ്പുള്ള കഥയാണ് ഈ പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിനെ പറ്റിയുള്ളത്. അപ്പം നമ്മൾ ആ ഒരു കാലത്തേക്ക് അങ്ങനെ നമ്മുടെ മനസ്സ് പിന്നോട്ട് പോവും അല്ലേ. വായന അനുഭവം ഉള്ളവർക്കൊക്കെ അറിയാം, ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും. അപ്പോൾ വായന അത്രയും ഒരു അനുഭവമാണ് എന്ന് പറയുക. അതിലെ ഓരോ കഥാപാത്രങ്ങളുമായിട്ട്, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളായിട്ടും നമ്മൾക്കൊരു താതാത്മ്യം വരും മനസ്സുകൊണ്ട് അല്ലേ. അങ്ങനെ ഞാൻ പണ്ട് ഒരുപാട് വായിച്ചിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലും ആയിട്ട് കണക്കാക്കാം ഈ കഥ പറച്ചിൽ. അപ്പം എല്ലാവർക്കും ഈ കഥയിലേക്ക് സ്വാഗതം. പനച്ചിക്കാട് ദേവീക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് കോട്ടയം ജില്ലയിലെ ഒരു കാടമുറി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. കോട്ടയം ജില്ലയിൽ കാടമുറി ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ആ പ്രദേശത്ത് കിഴുപ്പുറത്ത് എന്ന് പറഞ്ഞൊരില്ലത്ത് ഒരു നമ്പൂതിരിപ്പാട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇതുപോലെ ഈ പറഞ്ഞ പോലെ ആ സന്തതികൾ ഉണ്ടായില്ല. ഒരുപാട് കാലമായിട്ടും സന്തതികളില്ലാതെ വിഷമായി അദ്ദേഹത്തിന്. അപ്പോൾ മക്കളില്ലാത്തവർക്ക് എങ്ങനെയാണ് ഒരു മോക്ഷം കിട്ടുക എന്നറിയാതെ വിഷമിച്ച് അദ്ദേഹം ഗംഗാസ്നാനത്തിന് പുറപ്പെട്ടു. അങ്ങനെ പോണ വഴിക്ക് ഇദ്ദേഹം കൊല്ലൂര് മൂകാംബി ക്ഷേത്രത്തിൽ കുറച്ച് ദിവസം തങ്ങി. അവിടെ ഭജന ഇരുന്നു. അങ്ങനെ ദൃഢഭക്തിയായിരുന്നു അദ്ദേഹത്തിന്. അവിടെ ഒരു സംവത്സരം അദ്ദേഹം ഭജനം ഇരുന്നു എന്നാണ് പറയണത്. ഒരു വർഷം. അതിനിടയ്ക്ക് ഒരു ദിവസം രാത്രിയിൽ ഇദ്ദേഹം ഉറങ്ങുമ്പോൾ സർവാംഗസുന്ദരിയായിട്ടൊരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നുകയാണ് ഉറക്കത്തിൽ. ഈ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: അങ്ങ് ഇനി ഗംഗാസ്നാനം ചെയ്തിട്ടൊന്നും കാര്യമില്ല, അങ്ങേക്ക് ഈ ജന്മത്തിൽ സന്താന ഭാഗ്യമില്ല. അപ്പോൾ
അത് അസാധ്യമാണ്. അതുകൊണ്ട് ഈ ഗംഗാസ്നാനത്തിന് പോയി കഷ്ടപ്പെട്ട്, അന്നത്തെ കാലത്തൊക്കെ കഷ്ടപ്പെട്ട് പോകണം, ഗംഗാസ്നാനം നടത്തണമെങ്കിൽ അങ്ങ് പോകണം. അപ്പോൾ നല്ല കഷ്ടപ്പാടാണ്, നടന്നുമൊക്കെ വേണം പോവാൻ. അപ്പോൾ ഇനി അങ്ങനെ അതിനായിട്ട് കഷ്ടപ്പെടണം എന്നില്ല. മഹാഭാവങ്ങളെല്ലാം തീർന്നു. ഗംഗാസ്നാനം ചെയ്താൽ മഹാഭാവങ്ങൾ തീരും, അപ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കും എന്നൊക്കെ ആയിരുന്നു വിശ്വാസം. അപ്പോൾ ആ പാപങ്ങളെല്ലാം തീർന്നാൽ എനിക്കൊരു സന്തതി ഉണ്ടായാലോ എന്നുള്ളൊരു മോഹം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഗംഗാസ്നാനത്തിന് പുറപ്പെട്ടത്. അപ്പോൾ ഈ ഇവിടെ രാത്രിയിൽ അങ്ങനെ മനസ്സിൽ കാണപ്പെട്ട ആ സ്ത്രീ പറഞ്ഞു, ഇനി അങ്ങ് കഷ്ടപ്പെടണ്ട, ഗംഗാസ്നാനത്തിന് പോയി കഷ്ടപ്പെടണ്ട, നാളെ തന്നെ ഇല്ലത്തേക്ക് പൊക്കോളൂ. അങ്ങയുടെ ഇല്ലത്തിനടുത്ത് കരുനാട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇല്ലമുണ്ടല്ലോ, ഇപ്പോൾ അവിടുത്തെ അന്തർജനത്തിന് ആ അന്തർജനം ഇപ്പോൾ ഗർഭിണിയാണ്. അവിടെ ചെന്നിട്ട് ആ ഇല്ലത്തെ ആ ഗൃഹസ്ഥനായ നമ്പൂതിരിപ്പാടിനോട് ആ അന്തർജനം പ്രസവിച്ചിട്ട് 2 ഉണ്ണികളുണ്ടാവും എന്ന് പറയുക. അതിൽ ഒരു ഉണ്ണിയെ അങ്ങേക്ക് തരണം എന്ന് പറയുക. അദ്ദേഹം അത് സമ്മതിച്ച് സന്തോഷം ഒരു ഉണ്ണിയെ സസന്തോഷം അങ്ങേക്ക് ഒരു ഉണ്ണിയെ തരും. ആ ഉണ്ണിയെ പാല് കുടിക്കണ സമയത്ത് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, പാല് കൊടുക്കണ്ടേ. അപ്പോൾ പാലുകുടിയൊക്കെ മാറിക്കഴിഞ്ഞാൽ ആ ഉണ്ണിയെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനോട് വാങ്ങിക്കൊണ്ടുവന്ന് സ്വന്തം മകനെ പോലെ വളർത്തുക. എന്നിട്ട് ചെയ്യേണ്ട ക്രിയകളൊക്കെ ചെയ്തു കൊടുക്കുക. ഉപനയനം, ചൗളം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിന് ചെയ്യിച്ച് ആ ഉണ്ണിയെ കൊണ്ട് കാലമാവുമ്പോൾ വിവാഹം ചെയ്യിക്കുക ഒക്കെ ചെയ്യുക. സ്വന്തം പുത്രന് എങ്ങനെയാണ് നമ്മളിതൊക്കെ ചെയ്യുക, അതുപോലെ ഈ ഉണ്ണിക്ക് ചെയ്യണം. അങ്ങനെ വിവാഹം കഴിഞ്ഞാൽ ആ ഉണ്ണിക്ക് പുത്രന്മാരുണ്ടാവും, 10 പുത്രന്മാരുണ്ടാവും എന്നാണ് ആ ദേവി പറഞ്ഞത്. പിന്നെ എന്നും അങ്ങയുടെ ഇല്ലത്തെ പുരുഷന്മാർ 10 പുരുഷന്മാരിൽ കുറയാതെ എല്ലാ കാലത്തും ഉണ്ടാവും എന്നും ആ ദേവി പറഞ്ഞു. ഒട്ടും സംശയിക്കണ്ട, സകല കാര്യങ്ങളും സാധിപ്പിച്ചു തരാനായി ഞാൻ അങ്ങയുടെ കൂടെ പോരാ എന്നും കൂടി പറഞ്ഞു ഈ ദേവി. ഉടനെ അദ്ദേഹം കണ്ണൊക്കെ തുറന്നു നോക്കി, അവിടെ ആരെയും കണ്ടില്ല. എങ്കിലും ഇത് മൂകാംബികാദേവി എനിക്ക് തന്ന അരുളപ്പാടാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ കുളിച്ച് ദേവിയെ വണങ്ങി ഊണും കഴിച്ച് അദ്ദേഹം തിരിച്ചു പോന്നു. അങ്ങനെ സ്വദേശത്തെത്തി. അപ്പം തന്നെ അദ്ദേഹം ആ കരുനാട്ടില്ലത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഗൃഹസ്ഥൻ ആയ നമ്പൂരിയെ കണ്ട്, അദ്ദേഹത്തിൻ്റെ അന്തർജനത്തിന് ഇപ്പോൾ ഗർഭമുണ്ട്, ആ അന്തർജനം ഇരട്ട പ്രസവിക്കും, 2 ഉണ്ണികളുണ്ടാവും, അതിലൊരു ഉണ്ണിയെ എനിക്ക് തരണം എന്ന ഈ കരുനാട്ടില്ലത്തെ നമ്പൂരിപ്പാടിനോട് ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ അന്തർജനത്തിന് ഗർഭിണിയാണോ അല്ലേ എന്നിങ്ങനെ ഒരു സംശയത്തിൽ ഇങ്ങനെ ഇരിക്കണ സമയമായിട്ടുള്ളൂ. കിഴപ്പുറത്ത് നമ്പൂരിയുടെ ഈ വാക്ക് കേട്ടപ്പോൾ ഈ കരുനാട്ട് നമ്പൂരിപ്പാടിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം 2 ഉണ്ണികൾ ഒരുമിച്ചുണ്ടാവണ പക്ഷം ഒരു ഉണ്ണിയെ ഞാൻ അങ്ങേക്ക് തരാം എന്ന് സമ്മതിച്ചു. അങ്ങനെ കിഴപ്പുറത്ത് നമ്പൂരി കുളിച്ച് ക്ഷേത്രത്തിൽ ചെന്ന് സ്വാമി ദർശനമൊക്കെ കഴിച്ചിട്ട് ഇല്ലത്തേക്ക് പോവാം എന്ന് വിചാരിച്ചിട്ട് കുളിക്കാൻ പോയി. ഇദ്ദേഹം നേരെ ഈ കരുനാട്ടില്ലത്തേക്കാണ് പോയതേ. അവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ആ ഭഗവാനെയും തൊഴുത് ഇല്ലത്തേക്ക് തിരിച്ചു പോവാം എന്ന് വിചാരിച്ചിട്ട് കുളിക്കാൻ പോയി. അവിടെ ആ പ്രദേശത്ത് കുറേ ഉള്ള നമ്പൂരിമാരുടെയൊക്കെ വകയായിട്ടുള്ള ഒരു വിഷ്ണു ക്ഷേത്രം അവിടെയാണ്. അതിൻ്റെ അടുത്താണ് കുറച്ച് കിഴക്കോട്ട് മാറിയിട്ടുള്ള ഒരു കുളത്തിലാണ് അദ്ദേഹം കുളിക്കാൻ പോയത്. അദ്ദേഹം തൻ്റെ കയ്യിലൊരു ഓലക്കുട ഉണ്ടായിരുന്നു. അത് ആ പടിഞ്ഞാറേ കരയിൽ വെച്ചിട്ട് കുളത്തിലിറങ്ങി കുളിച്ചു. കുളി കഴിഞ്ഞ് വന്ന് അദ്ദേഹം കുട എടുക്കാൻ നോക്കിയപ്പോൾ കുട നിലത്ത് ഇങ്ങനെ ഇളകാതെ അവിടെ ഉറച്ചു പോയിരുന്നു. അത് വലിയ അത്ഭുതമായിട്ട് തോന്നി. കുട എന്ത് ചെയ്താൽ എടുക്കാൻ പറ്റണില്ല.
അദ്ദേഹം അങ്ങനെ ആലോചിച്ച് നിന്നു, ഇനി എന്താ ചെയ്യുക എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ ഒരു ദിവ്യ പുരുഷൻ പ്രത്യക്ഷമായി ഇത്രേ. മൂകാംബികാദേവി അങ്ങയുടെ കൂടെ പോന്നിട്ട് ഈ കൊടയിൽ ഇരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ദിവ്യപുരുഷൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞത്, മൂകാംബികാദേവി അങ്ങയുടെ കൂടെ പോന്നിരിക്കുകയാണ്, ആ ദേവി ഈ കൊടയിലാണ് ഇരിക്കണത് എന്ന് പറഞ്ഞു. ദേവിയെ ഈ കൊടയിൽ നിന്ന് ആവാഹിച്ച് ഒരു വിഗ്രഹത്തിന്മേലാക്കി കുടിയിരുത്തിയല്ലാതെ ഈ കൊട ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല, ഇളകി പോവുകയില്ല എന്ന് പറഞ്ഞു. ഈ കുളത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ഒരു മലയുടെ മുകളിൽ കുറച്ച് തെക്കോട്ട് മാറിയിട്ട് ഒരു കാടിനകത്തൊരു വിഗ്രഹം ഒരു ശിലാവിഗ്രഹം അവിടെ കിടപ്പുണ്ട്. അതിങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നിട്ട് ദേവിയെ അതിന്മേലേക്ക് ആവാഹിച്ച് കുടിയിരുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ വിഗ്രഹം പണ്ട് ആ വനത്തിൽ തപസ് ചെയ്ത് താമസിച്ചിരുന്ന ചില ദിവ്യന്മാർ വെച്ച് പൂജിച്ചിരുന്നതാണ് ആ കാട്ടിൽ കിടക്കുന്ന ആ വിഗ്രഹം. അപ്പോൾ ആ ബിംബത്തിൽ പൂജ കഴിക്കാൻ ആ താപസന്മാരെ പോലെയുള്ളവർ ഇപ്പം ഇവിടെ ഈ നാട്ടിലൊന്നും ഇല്ല. അന്നത്തെ പോലെയുള്ള താപസന്മാരെ പോലെ ദിവ്യന്മാരായിട്ട് ഇപ്പോൾ ആ വിഗ്രഹത്തിൽ പൂജ കഴിക്കാൻ പറ്റിയവരൊന്നും ഇപ്പം ഈ നാട്ടിലില്ല. അതുകൊണ്ട് ആ ബിംബത്തിന്മേൽ ദേവിയെ ആവാഹിച്ചിട്ട് കിഴക്കോട്ട് ദർശനമായിട്ട് കുടിയിരുത്തുക മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പതിവായി പൂജിക്കണേന് ആ ബിംബത്തിൻ്റെ നേരെ പടിഞ്ഞാറ് ദർശനമായിട്ട് ഒരർച്ചനാബിംബം കൂടി സ്ഥാപിച്ചാൽ മതി. പൂജയും നിവേദ്യവും അർച്ചനയും ഒക്കെ ആ ബിംബത്തിൽ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മറ്റേ പ്രധാന ബിംബത്തിൽ വന്ദിച്ച ആ ഭഗവതിയെ വന്ദിച്ചാൽ മാത്രം മതി, പൂജാദികളൊന്നും ചെയ്യാൻ പാടില്ല, അർച്ചനാദികൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ദേവി പ്രസാദിക്കും. പക്ഷേ ആ കാട്ടിക്കിടക്കണ ബിംബം എടുത്തു കൊണ്ടുപോരണതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെന്താ? ആ ബിംബത്തിന് കാവലായിട്ട് ഒരു യക്ഷിയുണ്ട് അത്രേ. ആ യക്ഷിയെ സമ്മതിപ്പിച്ച് ആ യക്ഷിയുടെ സമ്മതം വാങ്ങാതെ ഈ ബിംബം ഇങ്ങോട്ട് എടുത്തു കൊണ്ടുപോരാൻ പറ്റില്ല. അപ്പം അങ്ങനെ സമ്മതം വാങ്ങാതെ ഈ ബിംബം എടുത്തു കൊണ്ടുപോകുന്നു കഴിഞ്ഞാൽ പല ആപത്തും ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിനും ഒരു പരിഹാരം അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ആ യക്ഷിയെ പ്രസാദിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. കുറച്ച് അരി വറുത്ത് പൊടിച്ചതും ശർക്കരയും ഒരു കരിക്കും കൂടി കൊണ്ടുപോയിട്ട് ഒരു നിവേദ്യം ആ യക്ഷിക്ക് ചെയ്താൽ മതി, പിന്നെ ഒരു ഉപദ്രവം ഉണ്ടാവില്ല, അപ്പോൾ ആ യക്ഷിക്ക് സന്തോഷമാവും എന്ന് പറഞ്ഞിട്ട് ആ ദിവ്യൻ അപ്പം തന്നെ അവിടെ മറഞ്ഞു, കാണാതെയായി. പിന്നെ ഈ കീഴ്പ്പുറത്ത് നമ്പൂതിരിപ്പാട് ഈ ദിവ്യം പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. സരസ്വതി ദേവിയുടെ സാന്നിധ്യവും ചൈതന്യവും ഒക്കെ വേണ്ടതുപോലെ ഉണ്ടായി തീരാൻ അന്ന് അവിടെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ നമ്പൂതിരിയുടെ ഓലക്കുട വെച്ച സ്ഥലത്ത് നിന്ന് എടുക്കാനും സാധിച്ചു. പ്രകാരമാണ് പനച്ചിക്കാട്ട് സരസ്വതിയുടെ ആ വരവ് ഈ പനച്ചിക്കാട്ടേക്ക്. അവിടെ ഇപ്പോഴും ആ ദേവിയെ ആവാഹിച്ച് ആദ്യം കുടിയിരുത്തിയ ആ ബിംബത്തിന് മാത്രമേ ഈ ഒരു രൂപം കാണുള്ളൂ എന്നാണ് പറയണത്. അർച്ചനാബിംബമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത് ഒരു ശില, അതിനൊരു രൂപമൊന്നുമില്ല എന്നാണ് പറയണത്. പനച്ചിക്കാട്ട് പോയിട്ടുള്ളവർക്ക് അറിയാമല്ലോ. നാഴികക്കല്ല് പോലെയുള്ള ഒരു കല്ലാണ് അത്ര അവിടെ. ആ കല്ലിന്മേലാണ് അർച്ചനകളൊക്കെ നടത്തുന്നത് എന്നാണ് പറയുന്നത്. ആ ബിംബം സ്ഥാപിച്ചിട്ടുള്ള സ്ഥലത്ത് ചുറ്റും മതിലുണ്ട് എന്നല്ലാതെ മേൽക്കൂര സാധാരണ അമ്പലങ്ങളിലെ പോലെ മേൽക്കൂര അങ്ങനെയൊന്നുമില്ല. 4 പുറവും ഉയർന്ന സ്ഥലങ്ങളായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഭഗവതി ഒരു കുളത്തിലിരിക്കുകയാണ് എന്ന് തോന്നും. അതുപോലെ ആ മലകളിൽ നിന്ന് തെക്കും പടിഞ്ഞാറും ഒക്കെയുള്ള മലയുടെ മുകളിൽ നിന്ന് എപ്പോഴും വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവിടെ വെള്ളമില്ലാത്ത കാലം ചുരുക്കമാണ് എന്നാണ് പറയുന്നത്. ബിംബത്തിൻ്റെ പീഠത്തിന്മേൽ നിന്ന് ഇങ്ങനെ മുളച്ച് വരും വള്ളിച്ചെടികളും കാടും പടലും ഒക്കെ.
അതുകൊണ്ട് ഈ ബിംബം ശരിക്കും അങ്ങോട്ട് കാണാൻ സാധിക്കാറില്ല, ഈ കാടും പടലും ഒക്കെ ആയത് കാരണം. അവിടെ ചെന്ന് നോക്കി ആകെപ്പാടെ നല്ലൊരു കാട്ടുപ്രദേശം, നല്ല പുണ്യമായിട്ടുള്ള ഒരു സ്ഥലം. ആർക്കും ഒരു ഈശ്വരഭക്തി തനിയെ മനസ്സിലുണ്ടാവും എന്നാണ്. അങ്ങനെ അവിടെ ആ ദേവിയെ അവിടെ കുടിയിരുത്തി. അവിടേക്ക് നിത്യപൂജയ്ക്ക് വേണ്ടതെല്ലാം ഓരോരുത്തരായിട്ട് അവനവന് പറ്റുന്നത് പോലെ എല്ലാവരും ഭഗവതിക്ക് വേണ്ടി അവിടെ സമർപ്പിക്കുകയും ചെയ്തു. അതുപോലെ ഈ പണ്ട് പറഞ്ഞല്ലോ, കിഴിപ്പുറത്ത് നമ്പൂതിരിയോട് മൂകാംബികാദേവി അരുളി ചെയ്തതുപോലെ ഈ കരുനാട്ടില്ലത്തെ അന്തർജനം ഇരട്ട പ്രസവിച്ച് 2 ഉണ്ണികൾ ഉണ്ടായി. ഭഗവതി പറഞ്ഞല്ലോ 2 ഉണ്ണികളുണ്ടാവും, ആ ഒരു ഉണ്ണിയെ ചോദിച്ച് മേടിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. ആ ഉണ്ണികളുടെ അച്ഛനായ ആ നമ്പൂതിരിപ്പാട് മുമ്പ് സമ്മതിച്ചിരുന്നത് പോലെ ഒരു ഉണ്ണിയെ ഈ കിഴിപ്പുറത്ത് നമ്പൂതിരിപ്പാടിന് കൊടുക്കുകയും, കിഴിപ്പുറത്ത് നമ്പൂതിരി ആ ഉണ്ണിയെ പറഞ്ഞതുപോലെ തന്നെ ഉപനയനം, സമാവർത്തനം മുതലായവ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് സ്വന്തം മകനെ പോലെ വളർത്തി കൊണ്ടുവന്ന് വിവാഹ സമയമായപ്പം വിവാഹം കഴിപ്പിച്ചു. അങ്ങനെ ആ ഉണ്ണിക്ക് 10 പുത്രന്മാരുണ്ടായി. ഭഗവതി പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചു എന്നാണ് പറയുന്നത്. ആ കാലം മുതൽ കിഴിപ്പുറത്തില്ലത്ത് 10 പേര് കുറയാതെ പുരുഷ പ്രജകളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഈ ഇല്ലക്കാർ ദേവിയെ ഭക്തിയോടുകൂടി സേവിച്ചു പോരുന്നത് കൊണ്ട് അവിടെ ഇനിയും പുരുഷ സന്താനങ്ങൾ വർദ്ധിച്ചു വരും എന്നും പറയുന്നു. പഞ്ചിക്കാട് ഭഗവതിയെ ഭക്തിയോടെ ഭജിക്കുന്നവർക്ക് സകല അഭീഷ്ടങ്ങളും സിദ്ധിക്കും എന്നാണ് പറയുന്നത് അവിടെ. അതുകൊണ്ട് നവരാത്രി കാലത്തൊക്കെ ഭജനക്കിനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. അവിടെ എന്ത് ഭജിച്ചാലും ഫലം സിദ്ധിക്കും എന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. എന്നാലും നവരാത്രി ഉൾപ്പെടെ ഒരു 12 ദിവസം വീതം 3 കൊല്ലം തുടർച്ചയായിട്ട് 12 ദിവസം വീതം അടുപ്പിച്ച് മുടങ്ങാതെ ഭജിക്കുകയാണെങ്കിൽ അതിവിശേഷമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ 3 കൊല്ലം 12 ദിവസം വീതം മുടങ്ങാതെ ഭജിക്കാൻ സാധിക്കുന്നവർക്ക് എന്താണ് മനസ്സിൽ ആഗ്രഹം എന്ന് വെച്ചാൽ അതെല്ലാം ഭഗവതി സാധിച്ചു തരും എന്നാണ്. പക്ഷേ പലർക്കും ഈ ഭജനം മുടങ്ങിപ്പോവും ഇടയ്ക്ക്. എന്തെങ്കിലും ഒരു കാരണം വന്നിട്ട് ഈ 12 ദിവസം തികയ്ക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. വളരെ ചുരുക്കം പേർക്ക് അത് 12 ദിവസം ഒരു മുടക്കവും ഇല്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് പറയണത്. അത് ഈ മുടക്കണത് അവിടെയുള്ള ആ യക്ഷിയാണത്രേ. ആ യക്ഷിക്ക് ഒരു അസ്ഖിതയാണ്. 12 ദിവസവും മുടങ്ങാതെ നമ്മൾ ഭജിച്ച് ദേവിയെ പ്രസാദിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഈ യക്ഷിക്കൊരു വിഷമം. അപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീയുടെ വേഷമൊക്കെ ആയിട്ട് ഭജനത്തിന് എങ്ങനെയെങ്കിലും വിഘ്നം ഉണ്ടാക്കും. ഒന്നുകിൽ പേടിക്കും, അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ പേടിച്ച് പനി വരും. പനി വന്നാൽ കുളിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ നമ്മുടെ ഭജനം മുടങ്ങും. അങ്ങനെ മനസ്സിന് നല്ല ധൈര്യമുള്ളവർക്ക്, ദേവിയെക്കുറിച്ച് നല്ല വിശ്വാസവും ഒക്കെ പലർക്കും ഇത് സാധിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണ് ഒരുപാട് സംഗീതജ്ഞന്മാരും അതുപോലെ ഒരുപാട് പ്രസിദ്ധന്മാർ അവിടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചിട്ട് പോന്നിട്ടുമുണ്ട് എന്ന് പറയുന്നു. എന്തായാലും ഈ നവരാത്രി കാലത്ത് എല്ലാവർക്കും പനച്ചിക്കാട്ട് സരസ്വതി ദേവിയുടെയും മഹാവിഷ്ണു ഭഗവാന്റെയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഇത് നിർത്തുകയാണ്. എല്ലാവരും ഇതിനെപ്പറ്റി അവിടെ പോയിട്ടുള്ളവരൊക്കെ അതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് പറയുക. പനച്ചിക്കാട്ട് പോയി തൊഴാൻ ഭാഗ്യം കിട്ടിയവരൊക്കെ ഒന്ന് അഭിപ്രായം പറയുക. ഒരു ലൈക്ക്, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. അടുത്തൊരു കഥയും ആയിട്ട് അടുത്ത ദിവസം വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.